ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് പണി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഒരാൾ ഇവിടെ കുഞ്ഞിന് പാലും കൊടുത്ത് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അവരെ ശല്യപ്പെടുത്താതെ നമുക്ക് പണി ചെയ്യാം. അപ്പോൾ HB ഷീറ്റിൻ്റെ ചെറിയൊരു പീസിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹാർട്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ഇതുപോലെ 4 അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഓരോ ഹാർട്ടിലെ അതിൻ്റെ ഗ്രൂവ്സിലേക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിലെല്ലാം ഞാൻ വൈറ്റ് സ്റ്റോൺസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ 2 ഹാർട്ട് ഷേപ്പിലെ സ്റ്റോൺസിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രയാങ്കിളും സ്ക്വയർ ഷേപ്പിൻ്റെയും ഗ്യാപ്പിൽ ഇതുപോലെ കുഞ്ഞ് വൈറ്റ് കളറിലെ കുന്തൻ സ്റ്റോൺ റൗണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഹാങ്ങിങ് കമ്മലാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഡിസൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഈ 4 ഹാർട്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലെ കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റഡും ആ നടുക്ക് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലവണ്ണം ഡ്രൈ ആകാൻ വയ്ക്കാം. ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്റ്റഡ് ബേസും റൈപ്പിനുമാണ് സ്റ്റഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വാക്സ് സ്ട്രിപ്പിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹാങ്ങിങ് പോർഷൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് ഇന്റർകണക്ട് ചെയ്യാനുള്ള ഐപ്പിനാണ്. ഇന്റർകണക്ട് ചെയ്യാനുള്ള ഐപ്പിൻ വെച്ച് കൊടുക്കുമ്പോൾ സ്റ്റഡ് ബേസിൽ ഞാൻ അവിടെ വെർട്ടിക്കലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഹൊറിസോണ്ടലായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് 5 ഐപ്പിൻ ഹാങ്ങിങ്ങിന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 5 ഹാങ്ങിങ്സേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് വലിയ ഹാങ്ങിങ് കമ്മലുകളൊന്നും താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ട് ചെറിയൊരു ഹാങ്ങിങ് കമ്മൽ ചെയ്തെടുത്താണ്. ഓണത്തിന് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാമല്ലോ. ഐപ്പിൻസ് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാക്സ് പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് ഡ്രൈ ആകാൻ വയ്ക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്റ്റഡും ഹാങ്ങിങ് പോർഷനും ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഹാങ്ങിങ്സ് ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെക്കൻ ഇവിടെ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇടയ്ക്ക് കമ്മലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു, പിന്നെ ഹാങ്ങിങ് എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ കമ്മലൊന്നും ചെയ്തെടുത്തത്. ഈ ഒരു ഹാങ്ങിങ് ബീഡ് ഞാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ 8mm ജെല്ലി ബീഡ്സ് ഉണ്ടായിരുന്നു. അത് ഫ്യൂസ് വയറിലിട്ടിട്ട് ചെയ്തെടുത്താണേ. വേറെ എക്സ്ട്രാ പേൾ ലോറിയാൽസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ 2 കമ്മൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര നേരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചെക്കനാണ് കേട്ടോ ഇത്. ഉറക്കം വരുന്നുണ്ട് അവന്, എന്നാൽ കിടന്ന് ഉറങ്ങിക്കൂടാ എന്നെ ശല്യപ്പെടുത്താതെ. അപ്പോൾ ഇതാണ് പകൽ വെളിച്ചത്തിലുള്ള കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് ഓണം സീരീസിൻ്റെ 6th വീഡിയോ ആയിരുന്നേ.